Hello friends, warm welcome to English classroom. DS നമ്മൾ ഫോക്കസ് ഏരിയയിലെ പാഠങ്ങൾ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടെന്ന് ഞങ്ങൾക്കറിയാം. അത് നമ്മൾ ഏതൊക്കെ പാഠങ്ങളാണെന്ന് കണ്ടു. ആഫ്റ്റർ ദാറ്റ് we open the discussion with the poem, that is the third poem, that is the Ballad of Father Gilligan. The Ballad of Father Gilliganന്റെ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. നമുക്ക് കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടാവും. ഇതിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അത് കംപ്ലീറ്റ് ആ ഫസ്റ്റ് വീഡിയോ കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചാൽ അതിലെന്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന അതിൽ തന്നെ ആ സമ്മറി, അതുപോലെ ലൈൻസ് ആൻഡ് എക്സ്പ്രഷൻ, പോയറ്റിക് ഡിവൈസ്, അതുപോലെ സാമ്പിൾ അപ്രീസിയേഷൻ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നും കൂടി കാണുകയാണ്. കൂട്ടത്തിൽ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് അതിൻ്റെ ഉത്തരങ്ങളോടുകൂടി കാണുന്നത്. ഇപ്പോൾ പറയുന്ന എന്താണ് നിർദ്ദേശം അതുപോലെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്താൽ 100% മാർക്ക് ഉറപ്പാണ്. നല്ലോണം ശ്രദ്ധിക്കണം. ചോദ്യങ്ങളൊക്കെ ഒതൻറ്റിക് സോഴ്സ് എന്നുള്ളതാണ്, ക്വസ്റ്റ്യൻ പൂൾ പോലുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് പറയുന്ന രീതിയിൽ അത് ഫോളോ ചെയ്യുക, സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പദ്യത്തിൽ നിന്ന് ഫുള്ള് മാർക്ക് വാങ്ങാൻ പറ്റും. മാത്രമല്ല ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തൊരു ഇഫക്റ്റ് ഇതിൽ നിന്നുണ്ടാവുകയും ചെയ്യും. ഓക്കെ, ഷാൾ വി സ്റ്റാർട്ട്? റൈറ്റ്, യെസ്. ഫസ്റ്റ് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്, അതുകൊണ്ട് ഞാൻ വായിക്കണമൊന്നുമില്ല. ഇത് വളരെ പ്രധാനമായതുകൊണ്ട് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നന്നായിട്ട് നോക്കി എഴുതിയെടുത്തിട്ടുണ്ടാവും. പഠിക്കണം കറക്റ്റായിട്ട്. റെഡി അല്ലേ? അതേപോലെ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്, പക്ഷെ പ്രധാനപ്പെട്ടതായത് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ അത് ചെയ്യാം എന്ന് കാണിക്കാൻ വേണ്ടി അത് വീണ്ടും ഇതെടുത്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. നോക്കാത്തവർ പോസ് ചെയ്തിട്ട് നോക്കണം. ലൈൻസ് ആൻഡ് എക്സ്പ്രഷൻ്റെ ബാക്കിയാണ്. പോയറ്റിക് ഡിവൈസസ്, സിമിലി, അലിട്രേഷന്, അസണൻസ്, വിഷ്വൽ ഇമേജസ്, ഓഡിറ്ററി ഇമേജസ്, റൈൻ വേർഡ്സ്, റൈൻ സ്കീം, ABCB ആണെന്ന് നമ്മൾ കണ്ടതാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത്ര നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, നന്നായി തറവായി കഴിഞ്ഞാൽ നമ്മൾ ചോദ്യത്തിലേക്ക് പോവുകയാണ്. എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാവുക? ചോദ്യം ഉണ്ടായാൽ ഈ തലത്തിലാണ്, നല്ലോണം ശ്രദ്ധിക്കണേ. അതായത് 2 തല ഉണ്ടാവുക. ഒന്ന് റീഡിങ് ആൻഡ് കോംപ്രിഹെൻഷൻ, അങ്ങനത്തെ രീതിയിലുണ്ടാവും. പിന്നെ അപ്രീസിയേഷനൊക്കെ വെച്ചിട്ട് അതിൻ്റെ 3 രീതിയിൽ കോംപ്രിഹെൻഡ് ചെയ്യുന്ന ചോദ്യങ്ങളുണ്ടാവും, അപ്രീഷിയേറ്റ് ചെയ്ത ചോദ്യങ്ങളുണ്ടാവും, എൻജോയ് തലത്തിലുള്ള ചോദ്യങ്ങളുണ്ടാവും. അതായത് നേരെ ആ പദ്യത്തിൻ്റെ ലിറ്ററൽ മീനിങ് വെച്ചുള്ള ചോദ്യങ്ങളുണ്ടാവും, അതുപോലെ തന്നെ ഫിഗറേറ്റീവ് മീനിങ് വെച്ചുള്ള ചോദ്യങ്ങളുണ്ടാവും. പിന്നെ നിങ്ങളോട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറയുന്ന രീതിയിലുള്ള ചോദ്യങ്ങളുണ്ടാവും. പോയറ്റിക് ഡിവൈസ്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് നമ്മൾ ഈ ഭാഗത്ത് പറയുന്നത് പോയം വളരെ നമ്മൾ നേരെയുള്ളതല്ലാത്ത ഒരുപാട് മീനിങ് പദ്യത്തിനുണ്ടാകും. അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയെങ്കിലേ കറക്റ്റ് ഉത്തരം കിട്ടുള്ളൂ, നമുക്കറിയാത്. പിന്നെ നമുക്ക് 5 പോയുള്ളത് 2 നന്നായിട്ട് നമ്മൾ പഠിക്കേണ്ടത്, നമുക്കറിയാത്. അത് ഏതൊക്കെയെന്നും അറിയാം. ലയൺസ് റിട്ടൺ ഏർലി സ്പ്രിങ്ങും അതുപോലത്തെ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗണുമാണ്. 2 പഠിച്ചാൽ നമുക്ക് 9 മാർക്ക് 100% ഉറപ്പാണ്. നല്ലോണം ശ്രദ്ധിച്ചാൽ ഇത്തരം ചോദ്യങ്ങളുണ്ടാവുക. തീം ഐഡൻറ്റിഫൈ ചെയ്യാൻ, സ്പീക്കർ ഐഡൻറ്റിഫൈ ചെയ്യാൻ, പിന്നെ ലൈൻസ് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ, ഫിഗർ ഓഫ് സ്പീച്ച് അതായത് അലങ്കാരങ്ങൾ കണ്ടെത്താൻ, അതുപോലെ ഇമേജറി കണ്ടെത്താൻ, പിന്നെ റൈൻ സ്കീമൊക്കെ കണ്ടെത്താൻ, അതേപോലെ പിന്നെ കോമൺ ലിറ്റററി ഡിവൈസിന് പറ്റിയുള്ള കമൻറ്റുകൾ ഉണ്ടാവാം. അതേതുപോലെ മെറ്റഫർ പോലെ, സിമിലി പോലെ, പേഴ്സോണിഫിക്കേഷൻ പോലെ. പിന്നെ റൈമിങ് വേർഡ്സ് ഉണ്ടാവും, അലിട്രേഷൻ ഉണ്ടാവും. ഒണമട്ടോമി വേർഡ്സ് എന്ന് പറഞ്ഞാൽ വാക്കും അതുപോലെ അർത്ഥം ഒരുപോലെ, ഇപ്പോൾ ബസ്, ഹിസ് പോലുള്ള വാക്കുകളാണ്. ഇമേജസ്, ഇമാരൊക്കെ ചോദ്യങ്ങളാണ് ഉണ്ടാവും. ഇതൊന്നും നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമില്ല. ഞാൻ തന്ന ഫസ്റ്റ് വീഡിയോ നന്നായിട്ട് നിങ്ങൾ പഠിച്ചാൽ എന്തും എഴുതാൻ പറ്റും. നമ്മളൊന്ന് 11ഓളം സെറ്റ് ചോദ്യങ്ങളാണ് കാണാൻ പോകുന്നത്. അത് കാണുന്നതോടുകൂടി തന്നെ അത് ഒറ്റയ്ക്ക് ചെയ്യുന്നതോട് പറയുന്ന നിർദ്ദേശം അനുസരിച്ച് ചെയ്യുന്നതോട് കൂടിയിട്ട് certainly with God's grace you will win full mark from this full score from this poem. ഓക്കെ, പഠിച്ചോൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇട്ടോ. എൻ്റെ കഴിവുണ്ടോ നിങ്ങളെ കഴിവുണ്ടോ ആവണമെന്നില്ല. പിന്നെ നമ്മളത് കൃത്യമായിട്ട് ചെയ്താൽ അത് കിട്ടിയിരിക്കും. റെഡി അല്ലേ? ഓക്കെ, റൈറ്റ്. നൗ ലെറ്റ് us move on to the questions. This is the first question. മക്കൾ ചെയ്യേണ്ടത് ആദ്യം ഈ വരി നന്നായിട്ട് വായിക്കുക. വരികൾ നന്നായിട്ട് വായിക്കുക. Once while he nodded in a chair at the moth hour of the eve, another poor man sent for him, and he began to grieve. I have no rest, no joy, no peace, for people die and die, and after cried he, God forgive. My body spake, not I. നല്ലോണം ശ്രദ്ധിച്ച് വായിക്കുക, നന്നാക്കി മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ വായിക്കുക. പിന്നെ why the priest begin to grieve? What made the old priest complain? Did the priest feel guilty? Got the relevant lines to substantiate. My body spake, not I. Who is the I here?
നല്ല മനസ്സിലാക്കിയിട്ട് ഒന്നും കൂടി ആ പദ്യം വായിക്കണേ. പറയുന്ന രീതി ചെയ്യണം കേട്ടോ. നന്നായിട്ട് വായിക്കണം. എന്നിട്ട് ഉത്തരം എഴുതിക്കോ. ഒന്ന് പോസ് ചെയ്തിട്ട് ഉത്തരം എഴുത്. പോസ് ചെയ്ത് നിങ്ങൾ എഴുതണം. അപ്പോൾ ഇനിയുള്ള ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാൻ കാത്തു നിൽക്കില്ല, നമുക്ക് ഒരുപാട് ടൈം പിടിക്കും, അതുകൊണ്ട് കാത്തു നിൽക്കില്ല. നിങ്ങളങ്ങനെ പോസ് ചെയ്ത് കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വൈ ഡിഡ് ദ പ്രീസ്റ്റ് ബിഗിൻ ടു ഗ്രീവ്? എന്തുകൊണ്ടാണ് അദ്ദേഹം ലെമൻറ്റ് ചെയ്യാൻ തുടങ്ങിയത് എന്നാണ്, കംപ്ലൈൻറ്റ് പറയാൻ തുടങ്ങിയത് എന്നാണ്. ഹി വാസ് ടയേർഡ് ആൻഡ് ഹി ഹാഡ് ടു ഗീവ് ദ ലാസ്റ്റ് കമ്മ്യൂണിയൻ ടു അനദർ സിക്ക് മാൻ. അദ്ദേഹം വളരെ ക്ഷീണിച്ചിരുന്നു. അതാണ് ഇതിൽ പോയിന്റ്, പ്രധാനപ്പെട്ട പോയിന്റ്. ഹി വാസ് എക്സോസ്റ്റഡ്. പലരും ഈ ആശയം ഉണ്ടാവുക ഈ വരി തന്നെ, ഈ വാക്കുകൾ തന്നെ ഉപയോഗിക്കുന്ന ഒരു നിർബന്ധമില്ല. അപ്പോൾ അതേ ചോദ്യം ഇനി വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ വ്യത്യസ്ത അർത്ഥങ്ങൾ പറയും. പക്ഷേ ഇതൊക്കെ നമ്മൾ ആ തന്ന ലൈൻസ് ആൻഡ് എക്സ്പ്രഷനിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ലോണം ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി. അദ്ദേഹം വളരെ ക്ഷീണിതനായിരുന്നു. അപ്പോഴും അദ്ദേഹത്തിന് ഒരാൾക്ക് അന്ത്യകുദാശ അല്ലെങ്കിൽ അവസാനത്തെ ചടങ്ങ് നടത്തേണ്ടിയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ അദ്ദേഹം സങ്കടപ്പെട്ടത്. റെഡി അല്ലേ? ഹി വാസ് എക്സോസ്റ്റഡ് ഓർ ഹി വാസ് ടയേർഡ് എന്നാണ് അതിലെ പ്രധാനപ്പെട്ട ആശയം. റെഡി അല്ലേ? നെക്സ്റ്റ്, വാട്ട് മെയ്ഡ് ദി ഓൾഡ് പ്രീസ്റ്റ് കംപ്ലെയിൻ? എന്തുകൊണ്ടാണ് അയാൾ എന്ത് ചെയ്തത്, പിന്നെ കംപ്ലൈൻറ്റ് പറഞ്ഞത് എന്നാണ്. ശ്രദ്ധിക്കണേ. യു ക്യാൻ സി ബിക്കോസ് ഓഫ് ഹിസ് ടയേർഡ്നെസ്. മുകളിൽ ചോദ്യത്തിൻ്റെ വേറെ വേരിയേഷനാണ്. കറക്റ്റായിട്ട് ആ കാര്യം എഴുതാനാണ് രണ്ടാമത്തെ ചോദ്യം. അതുകൊണ്ടാണ് ഹിസ് ടയേർഡ്നെസ് നമ്മൾ ഉത്തരം എഴുതിയത്. റെഡി അല്ലേ? നെക്സ്റ്റ് വൺ ഈസ്, ഡിഡ് ദ പ്രീസ്റ്റ് ഫീൽ ഗിൽറ്റി? അദ്ദേഹത്തിന് കുറ്റബോധം തോന്നിയോ? കോട്ട് ദ റെലവൻറ്റ് ലൈൻ ടു സബ്സ്റ്റാൻഷിയേറ്റ്. ഇങ്ങനെ ചോദ്യം വന്നാൽ ആദ്യം എസ് ഓ നോ എഴുതിയെങ്കിൽ 1/2 മാർക്ക് കിട്ടുള്ളൂ. അത് തെറ്റിക്കരുത് കേട്ടോ. യെസ് തോന്നിയിട്ടുണ്ട്. ഏത് ലൈനാ മനസ്സിലാണ്? ആൻഡ് ആഫ്റ്റർ ക്രൈഡ് ഹി ഗോഡ് ഫർഗീവ് മൈ ബോഡി സ്പേക്ക് നോട്ട് ഐ. റെഡി അല്ലേ? മൈ ബോഡി സ്പേക്ക് നോട്ട് ഐ. ഹു ഈസ് ദ ഐ ഹിയർ? ഇവിടെ ഐ ആരാ? അദ്ദേഹത്തിൻ്റെ ഇന്നർ സെൽഫ് ആവാം, അല്ലെങ്കിൽ സ്പിരിറ്റ് ആവാം. റെഡി അല്ലേ? അദ്ദേഹത്തിൻ്റെ ആത്മാവാം. എല്ലാവരും ശരിയല്ലേ മക്കളെ? 4 മാർക്ക് ഉറപ്പിച്ചല്ലോ. ഈ രീതിയിലാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ. സോ നിങ്ങൾ വായിച്ചു നോക്കണേ. ടെക്സ്റ്റ് വേണമെങ്കിൽ തുറന്നു വെക്കാം. ആദ്യം ആ സ്റ്റാൻസുകൾ നന്നായിട്ട് വായിക്കുക. ഓക്കെ. വാട്ട് ഗ്രൂ ഇൻ ടു മില്യൻസ്. പിക്ക് ഔട്ട് ദ ലൈൻ വിച്ച് സിഗ്നിഫൈസ് ദി മോർണിംഗ്. വൈ ഡസ് ദ പോയറ്റ് യൂസ് ദ വേർഡ് മോത്ത് റിപ്പീറ്റഡ്ലി? പിക്ക് ഔട്ട് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ഓഡിറ്ററി ആൻഡ് ഓഡിറ്ററി ഇമേജ്. റെഡി? ഉത്തരം എഴുതിക്കോളൂ. എഴുതിയ നമുക്ക് ചർച്ച ചെയ്ത് തുടങ്ങാം. വാട്ട് ഗ്രൂ ഇൻ ടു മില്യൻസ്? ഇവിടെ എന്താണ് പല ശതലക്ഷങ്ങളായി മാറിയത്, അല്ലെങ്കിൽ കോടികളായി മാറിയത് എന്നാണ്. അസംഖ്യയായി മാറിയത്. ദാറ്റ് ഈസ് സ്റ്റാർസ്. ശരിയാണല്ലോ എല്ലാവരും? പിക്ക് ഔട്ട് ദ ലൈൻ വിച്ച് സിഗ്നിഫൈസ് മോർണിംഗ്. മോർണിംഗ് കാണിക്കുന്ന വരി ഏതാ? അപ്പോൺ ദ ടൈം ഓഫ് സ്പാരോ ചെർപ്പ്. വൈ ഡസ് ദ പോയറ്റ് യൂസ് ദ വേർഡ് മോത്ത്? ഇപ്പം എന്തുകൊണ്ടാണ് മോത്ത് എന്ന് വീണ്ടും വീണ്ടും പറയാൻ കാരണം എന്താ? Because they told time by the changes which took place from time to time in nature. പ്രകൃതിയിലെ മാറ്റങ്ങൾ നോക്കിയിട്ട് അവർ സമയം പറഞ്ഞിരുന്നത്. ഹിയർ ഇറ്റ് ഈസ് ദ അപ്പിയറൻസ് ആൻഡ് ഡിസപ്പിയറൻസ് ഓഫ് മോത്ത്. ഇവിടെ അവർ പിന്നെ രാവിലെ വൈകുന്നേരം കാണിക്കുന്നത് മോത്ത് വരുന്നതും വരാതെക്കുന്നതും നോക്കിയിട്ടാണ്. അതുകൊണ്ടാണ് അതിന് റിപ്പീറ്റ് ചെയ്യാൻ കാരണം. റെഡി അല്ലേ? പിക്ക് ഔട്ട് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ആൻ ഓഡിറ്ററി ഇമേജ്. മക്കളെല്ലാം ശ്രദ്ധിക്കേണ്ട സംഗതിയാണിത്. ഇവിടെ ആൻ എന്നുണ്ടാവും, ചിലപ്പോൾ 2 ഇൻസ്റ്റൻസസ് ഉണ്ടാവും. അത് നല്ല നോക്കട്ടെ, 1 മതി. അപ്പോൾ അതുകൊണ്ട് ഒരു ഓഡിറ്ററി ഇമേജ് നമ്മൾ എഴുതി. ആൻഡ് ലീവ്സ് ഷുക്ക് ഇൻ ദ വിൻഡ്. നമുക്ക് കേൾക്കാൻ പറ്റിയതാണ്. ഇതൊക്കെ കറക്റ്റ് നമ്മൾ ആ മുമ്പത്തെ അതിൽ അറ്റ് എ ഗ്ലാൻസിൽ ഫുള്ള് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ശരിയായിരിക്കുമല്ലോ? ഓക്കെ, നൈസ്, ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് ചെയ്യണേ. ചോദ്യം മാത്രം വായിക്കാം, മറ്റേ സ്റ്റാൻസ് നോക്കിയിട്ട് ടെക്സ്റ്റ് നോക്കിയിട്ട് വായിക്കണം. വൈ ദി ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗിൽഗൻ സ്വേ ഇൻ ഗ്രീഫ്? പിക്ക് ഔട്ട് എ കമ്പാരിസൺ ഫ്രം ദ സ്റ്റാൻസ. സിമിലിയാണ് ഉദ്ദേശിക്കുന്നത്. വാട്ട്സ് എ റൈൻ സ്കീം ഫോളോഡ് ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻസ? വൈ ഡിഡ് ദ പ്രീസ്റ്റ് നീൽ അറ്റ് ദാറ്റ് വേർഡ്? റൈറ്റ്, യെസ്. ചെയ്തു തുടങ്ങണേ, പോസ്റ്റ് ചെയ്യണേ. ഡിസ്കഷനിലേക്ക് പോവാണ്. ബിക്കോസ് ഹി കുഡിൻ ഡു ദ ലാസ്റ്റ് കമ്മ്യൂണിയൻ ഫോർ ദ പോർ മാൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഭയങ്കര സങ്കടം ഉണ്ടായത്. അറിയാലോ, ഡാമിനേഷൻ പേടിക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാത്തതുകൊണ്ട് അത് പേടിക്കണം. അപ്പോൾ അത് മതി ഉത്തരമായിട്ട്. പിക്ക് ഔട്ട് എ കമ്പാരിസൺ ഫ്രം ദ സ്റ്റാൻസ. ആസ് മറി ആസ് എ ബേർഡ്. സിമിലിയാണ്. വാട്ട്സ് എ റൈൻ സ്കീം അല്ല, ABCB ആണ്. വൈ ദ പ്രീസ്റ്റ് നീൽ അറ്റ് ദ വേർഡ്? ഹി ന്യൂ ഗോഡ് ഹാസ് സെൻഡ് സംബഡി ഇൻ ഹിസ് അപ്പിയറൻസ് ഫോർ ദ സർവീസ് ഓഫ് ദ മാൻ. അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ ഒരാളെ ഇയാളുടെ ടു മിനിസ്റ്റർ ദ ലാസ്റ്റ് സാക്രമെൻറ്റ്. ദാറ്റ് മീൻസ് ഗോഡ് സെൻഡ് ആൻ ഏഞ്ചൽ. അത് മനസ്സിലാക്കിയിട്ടാണ്. റെഡി അല്ലേ? 4 ശരിയാണല്ലോ. ഓരോന്നും ഇങ്ങനെ എല്ലാ ഉത്തരം ശരിയാകുമ്പോൾ നല്ലൊരു സന്തോഷം ഉണ്ടാവും കേട്ടോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ ഈസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റീഡ് ഓൺ.
and try to do it. How was Peter Gilligan helped in his need? Who has the night of stars made for? Who is referred to as wrapped in purple robes? What's meant by the least of things? പോസ് ചെയ്ത് എഴുതണം. എങ്ങനെയാണ് പീറ്റർ ഗില്ലിഗൻ സഹായിക്കപ്പെട്ടത്? ഗോഡ് സെൻഡ് ആൻ ഏഞ്ചൽ ടു ഡു ഹിസ് ഡ്യൂട്ടി. വളരെ സിമ്പിളായ ഉത്തരമാണ്. നെക്സ്റ്റ് വൺ, ആർക്ക് വേണ്ടിയിട്ടാണ് നാട്ടോ ഹൂ ഹാസ് ഇവിടെ 4 ഉള്ളതുകൊണ്ട് ആർക്ക് വേണ്ടിയാണ് രാത്രി ഉണ്ടാക്കിയത് എന്നാണ്. രാത്രി ഹു ഹാസ് ദ നൈറ്റ് ഓഫ് സ്റ്റാർസ് മെയ്ഡ് ഫോർ, ആർക്ക് വേണ്ടിയിട്ടാണ്? ഹു ഹാസ് ദ നൈറ്റ് ഓഫ് സ്റ്റാർസ് മെയ്ഡ് ഫോർ, ആർക്ക് വേണ്ടിയിട്ടാണ് എന്തുണ്ടാക്കിയത് എന്നാണ്. പിന്നെ ദൈവം രാത്രി ഉണ്ടാക്കിയത് എന്നാണ്. വേണമെങ്കിൽ അവിടെ ഹു ഹാസ് ഗോഡ് മെയ്ഡ് അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി നന്നാവട്ടെ. അങ്ങനെയാണ് ആ ചോദ്യം നന്നാവുക. ഓക്കെ റൈറ്റ് ഡിയർ. ഓക്കെ ഡിയേഴ്സ്, ഇങ്ങനെ ആവലാണ് കൂടുതൽ നല്ലത് കേട്ടോ. അങ്ങനെ ആയിക്കോട്ടെ ചോദ്യം. ഹു ഹാസ് ഗോഡ് മെയ്ഡ് ദ നൈറ്റ് ഓഫ് സ്റ്റാർസ് ഫോർ, ആർക്ക് വേണ്ടിയിട്ടാണ് പഠിച്ചതാണ് രാത്രി ഉണ്ടാക്കിയത് നമുക്കറിയാം. ഫോർ സോൾസ് ഹു ടയർ ആൻഡ് ബ്ലീഡ്. ഹു ഇസ് റെഫേർഡ് ടു ആസ് റാപ്പിഡ് ഇൻ പർപ്പിൾ റോബ്സ്, ആരെയാണ് അങ്ങനെ ഉദ്ദേശിക്കുന്നത്? ദാറ്റ് ഈസ് ഗോഡ്. വാട്ട് ഈസ് മെൻഡ് ബൈ ദ ലിസ്റ്റ് ഓഫ് തിങ്സ്? ലിസ്റ്റ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ആരാണ്? പീറ്റർ ഗില്ലിഗൻ. അവിടെ ക്ലിയർ അല്ലേ മക്കളെ? 4 ശരിയല്ലേ? ഷാൾ വി മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? റൈറ്റ്, വായിച്ചു നോക്കിക്കോളൂ. ചെയ്ത മാതിരി ഇപ്പം അങ്ങനെ ഒരുപാട് സിമ്പിളായി വരുന്നുണ്ടാവും. നേരത്തെ പഠിച്ച ആളുകൾക്ക് വളരെ എളുപ്പമായിരിക്കും. ശ്രദ്ധിച്ച് ചെയ്യണേ. ഹു ഇസ് ഹി റെഫേർഡ് ടു ഹിയർ? വെൻ ഡിഡ് ഫാദർ ഗില്ലിഗൻ നോഡ് ഇൻ എ ചെയർ? വാട്ട് ഡസ് ദി മോത്ത് അവർ ഓഫ് ഈവ് ഇൻഡിക്കേറ്റ്? Pick out an example of visual image from the first stanza. Why did another man send for Father Gilligan? Right? കിട്ടിയിട്ടുണ്ടാവും. ചെയ്യണം കേട്ടോ. എന്നിട്ട് നോക്കാവൂ. പോസ് ചെയ്തിട്ട് റൈറ്റ്. ഹിയർ ഹി റെഫേഴ്സ് ടു ഫാദർ ഗില്ലിഗൻ. ഇവിടെ ഹി എന്ന് പറഞ്ഞാൽ ആരാണ്? ഫാദർ ഗില്ലിഗൻ ആണ് നമുക്കറിയാം. ഹി നോഡഡ് ഇൻ എ ചെയറിൽ ഹി ആരാണ്? ഫാദർ ഗില്ലിഗൻ ആണ്. വെൻ ഡിഡ് ഫാദർ ഗില്ലിഗൻ, എപ്പോഴാണ് ഫാദർ ഗില്ലിഗൻ കസേര ഇരുന്നിട്ട് തൂങ്ങിയത്, ഉറക്കം തൂങ്ങിയത്? ഹി നോട്ട് എ ചെയർ അറ്റ് ദി മോത്ത് അവർ ഓഫ് ഈവ്. അറിയാലോ. വാട്ട് ഡസ് ദി മോത്ത് അവർ ഓഫ് ഈവ് ഇൻഡിക്കേറ്റ്? എന്താ മോത്ത് അവർ ഓഫ് എന്തുകൊണ്ട് അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മോത്ത് അവർ ഓഫ് ഈവ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അതേപോലെ ഉണ്ട് ലൈൻസ് ആൻഡ് എക്സ്പ്രഷനിൽ ഉണ്ട് ഇതൊക്കെ കേട്ടോ. അതേമാതിരി ഒക്കെ ചോദിക്കും. ഇങ്ങനെ ഉണ്ടാവുക ഈവനിങ് ടൈമാണ്, വൈകുന്നേരമാണ്. പിക്ക് ഔട്ട് ആൻ എക്സാമ്പിൾ ഓഫ് വിഷ്വൽ ഇമേജ് ഫ്രം ദ ഫസ്റ്റ് സ്റ്റാൻസ. മോത്തൊന്നോ മോത്തവറൊന്നും എഴുതാട്ടോ. മോത്തവർ അതുപോലെ നമുക്ക് കാണാൻ പറ്റിയതാണ്. മോത്ത് നമുക്ക് കാണാൻ പറ്റിയതാണ്. വൈ ഡിഡ് അനദർ മാൻ സെൻഡ് ഫോർ ഫാദർ ഗില്ലിഗൻ? എന്തിനാണ് ഒരാൾ അദ്ദേഹത്തെ വിളിക്കാൻ പറഞ്ഞയച്ചത്? ദ അനദർ മാൻ എന്ന് പറഞ്ഞാൽ സിക്ക് മാൻ ആണ്. ദ സിക്ക് മാൻ വാണ്ടഡ് ടു റിസീവ് ദ ലാസ്റ്റ് കമ്മ്യൂണിയൻ ബിഫോർ ഹിസ് ഡെത്ത്. അതായത് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്? ലാസ്റ്റ് കമ്മ്യൂണിയൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ ആണല്ലോ. 5 മാർക്ക് ഉണ്ടാവുമല്ലോ. നെക്സ്റ്റ് വൺ ഈസ് 5th ക്വസ്റ്റ്യൻ. നോക്കണേ. റീഡ് ദ ലൈൻസ് ഫ്രം ദ പോയം ദീസ് സ്റ്റാൻസസ്. നോക്കിയിട്ടുണ്ടാണ് നിങ്ങൾ? റെഡിയല്ലേ? എന്തുകൊണ്ടാണ് അയാളെ പൂവർ എന്ന് വിളിക്കാൻ? നിങ്ങൾ പോസ് ചെയ്യുന്നതൊക്കെ ഞാൻ ഇപ്പോൾ പറയണത് കേട്ടോ. എന്തുകൊണ്ടാണ് അയാളെ പൂവർ എന്ന് വിളിക്കാൻ കാരണം? ഒന്ന് വായിച്ചോ, ചോദ്യം വായിച്ചു നോക്കി പെട്ടെന്നൊന്ന് നോക്കിക്കോളൂ. എന്തുകൊണ്ടാണ് പൂവർ എന്ന് വിളിക്കാൻ കാരണം? അതേപോലെ വൈഡ് ഫാദർ ഗില്ലിഗൻ ലെമൻറ്റ്, എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പരാതിപ്പെട്ടത്? ഗ്രീവിൻ്റെ വേറെ സെൻസാ ലെമൻറ്റ്. വൈഡ് ഫാദർ ഗില്ലിഗൻ സീക്ക് ഫൊർഗീവ്നെസ് ഫ്രം ഗോഡ്, എന്തുകൊണ്ടാണ് മാപ്പ് ചോദിച്ചത്? വാട്ട് ജസ്റ്റിഫിക്കേഷൻ ഡിഡ് ഹി ഗിവ് ടു ഗോഡ് ഫോർ ഹിസ് കംപ്ലൈൻറ്റ്, എന്ത് ന്യായീകരണമാണ് പറഞ്ഞത്? നോക്കണേ. എഴുതുമല്ലോ. റൈറ്റ്. ഇതിന് ശേഷം ഇതിലേക്ക് വരാവും. The man was said to be poor because of his poverty, or he deserved sympathy as he was about to die. നമ്മൾ പഠിച്ചൊരു കാര്യം അത്. അദ്ദേഹത്തിന് പിന്നെ പട്ടിണി കൊണ്ടാവാം, അല്ലെങ്കിൽ ദാരിദ്ര്യം കൊണ്ടാവാം, അതല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിനുള്ള സഹതാപം കൊണ്ടാവാം. വൈഡ് ഫാദർ ഗില്ലിഗൻ ലെമൻഡ് എന്തുകൊണ്ടാണ്? ഓവർബർഡൻഡ് വിത്ത് റിലീജിയസ് ഡ്യൂട്ടീസ്, ഓൾഡ് ഫാദർ വാസ് എക്സ്ട്രീംലി വെയറി, വളരെ ക്ഷീണമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയാൻ കാരണം. വാട്ട് ഫാദർ ഗില്ലിഗൻ സീക്ക് ഫൊർഗീവ്നെസ് ഫ്രം ഗോഡ്, എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാൻ കാരണം? ഇറ്റ് വാസ് ഹിസ് ഗോഡ് ഗിവൻ ഡ്യൂട്ടി ടു ലുക്ക് ആഫ്റ്റർ ദ പാരീഷനേഴ്സ്, അദ്ദേഹത്തിന് ദൈവം ഏൽപ്പിച്ച പണിയാണത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. സോ ഹിസ് ഡെസ്പറേറ്റ് ഔട്ട്ബേഴ്സ്റ്റ് വാസ് എ സിൻ ആൻഡ് ചാലഞ്ച് ടു ഗോഡ്, അതുകൊണ്ട് ആ സംസാരം പിന്നെ ഓർക്കപ്പുറത്തെ സംസാരമാണെങ്കിൽ പോലും അത് ഒരു പാപമാണ്, മാത്രമല്ല ദൈവത്തിനോട് വെല്ലുവിളിയാണ്, നമുക്കറിയുന്നതാണത്.
എന്താണ് എനിക്ക് കൊടുക്കുന്ന ന്യായീകരണം എന്താണ്? ട്രൈ ടു റാഷണലൈസ് എസ് വേർഡ്സ് ബൈ സെയിങ് ദാറ്റ് ഇറ്റ് വാസ് ഹിസ് എക്സോസ്റ്റഡ് ബോഡി. അദ്ദേഹത്തിൻ്റെ ക്ഷീണിച്ച ശരീരമാണ്, എക്സോസ്റ്റഡ് ബോഡിയാണ്, നോട്ട് എ സ്പിരിറ്റ്, ആത്മാവല്ല കംപ്ലൈൻറ്റ് പറഞ്ഞത് എന്നാണ് പറയുന്നത്. ഒക്കെ നമ്മളതിലുണ്ട്, ശരിയായിരിക്കും എല്ലാവരും. ഓക്കെ ഡിയേഴ്സ്, എന്നാവും ഇനി നമ്മൾ ചോദ്യത്തിൻ്റെ രൂപത്തിൽ ഇപ്പം നമ്മൾ ഒരു പ്രാക്ടീസായി, ഏതാണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതുള്ള പ്രാക്ടീസായി. നിങ്ങൾ ചെയ്യേണ്ടത് 5 സെറ്റ് ചോദ്യങ്ങൾ, ചോദ്യം മാത്രം ആദ്യം കാണാൻ, എല്ലാത്തിൻ്റെ ഉത്തരം ചെയ്താൽ പോസ് ചെയ്തിട്ട് ഉത്തരം ചെയ്താൽ ആദ്യം പോസ് ചെയ്ത് ചെയ്യണേ. ദിസ് ഈസ് ദ ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, third one, fourth one, fifth one. റെഡി? ഓരോ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്താൽ ഞാൻ അങ്ങനെ കുറേ നേരം പിടിക്കും. പോസ്റ്റ് ചെയ്താൽ മതി, നിങ്ങൾ എന്നിട്ട് ചെയ്താൽ മതി. ഫുൾ ഉത്തരം എഴുതണം കേട്ടോ. ചോദ്യം എഴുതിയാൽ മതി. ആ വരി എഴുതുമ്പോൾ നേരിക്ക് ആ മോൾ ഭാഗം എഴുതി വെച്ചാൽ മതി. ഓൾഡ് പ്രീസ്റ്റ് ഇട്ടിട്ട് കുത്തിട്ടിട്ട് അവസാനം ബിഗാൻ ടു ഗ്രീവ് എഴുതിയാൽ മതി. റെഡി? ഉത്തരം ചർച്ച ചെയ്ത് തുടങ്ങിയാലോ? ഫസ്റ്റ് വൺ ഇതാണ്. വൈ വാസ് ദി ഓൾഡ് പ്രീസ്റ്റ് സോ ടയേർഡ് എന്നാണ്. എഴുതി കഴിഞ്ഞതിന് ശേഷം നോക്കേണ്ടത്, എല്ലാം എഴുതിയിട്ടാണ് നോക്കേണ്ടത്. ഫാദർ ഗില്ലിഗൻ ഹാഡ് ബീൻ പെർഫോമിംഗ് പ്രീസ്റ്റി ഒബ്ലിഗേഷൻസ് ഡേ ആൻഡ് നൈറ്റ്. ഹിസ് പാരിഷനേഴ്സ് വർ ഡൈയിങ് ഓർ ഹാഫ് ഓഫ് ദം വർ ഡെഡ്. ഹി ഹാഡ് ടു കണ്ടക്ട് ദ ഫ്യൂണറൽ സർവീസസ് ആൻഡ് ലാസ്റ്റ് പ്രേയേഴ്സ്. 2 കാര്യം ചെയ്യാനുള്ളത് കൊണ്ടാണ് നമുക്കറിയാം. നമ്മൾ മറ്റേൽ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ആ തലക്കൽ എഴുതി തന്നിട്ടുണ്ട്, അത് പഠിച്ചെഴുതിയാലും മതി. ഫോർ ഹാഫ് ഹിസ് ഫ്ലോക്ക് വർ ഇൻ ദർ ബട്ട് എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ്. മോർ ദാൻ ഹാഫ് ദ പീപ്പിൾ ഓഫ് ഹിസ് പാരിഷ് വർ ഡൈയിങ് എന്ന് പറഞ്ഞാൽ സിക്കാണ് എന്നാണ് കാണിക്കുന്നത്. അറിയാലോ, മരിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ സിക്കാണ്. വാട്ട് ഡസ് മോത്ത് ഓഫ് ഈവ് ഇൻഡിക്കേറ്റ്? മോത്ത് ഓഫ് ഈവ് ഇൻഡിക്കേറ്റ്സ് ഈവനിങ് ടൈം, നമുക്കറിയാം. പിക്ക് ഔട്ട് ആൻ ഇൻസ്റ്റൻസ് ഓഫ് അലിട്രേഷൻ ഫ്രം ദീസ് ലൈൻസ്. ഏതെങ്കിലും ഒന്ന് മതി. ആനാണ്, അപ്പോൾ ഒന്ന് മതി. വാസ് വിയറിയോ അതല്ലെങ്കിൽ ഹാഫിസോ എഴുതാം. അതേപോലെ തന്നെ വാസ് പീറ്റർ ഗില്ലിഗണും പ്രീസ്റ്റ് പീറ്ററും ഉദാഹരണമാണ്, നമുക്കറിയാത്. പിന്നെ ഐഡൻറ്റിഫൈ ദ വിഷ്വൽ ഇമേജ് ഫ്രം ദ അബവ് ലൈൻസ്. ഗ്രീൻ സോഡ് എന്നോ മോത്തവർ എന്നോ എഴുതാം. ഗ്രീൻ സോഡ്സ് ആവാം, മോത്തവർ ആവാം, മോത്തെന്ന് എഴുതിയാലും ശരിയാണ്. റെഡി അല്ലേ? ഓക്കെ, ഐ തിങ്ക് യു ഗോട്ട് 5 score റൈറ്റ്. നെക്സ്റ്റ് വൺ ഈസ് he wrote now as he never wrote. What idea do you get from this line? You know, Peter Gilligan been tired, neglected his duty of offering last prayers to his sick man, to the sick man. Later he was anxious to reach the sick man's house. പിന്നെ അദ്ദേഹത്തിന് അവിടെ എത്തണം എന്നുള്ള വല്ലാത്ത ഉത്കണ്ഠ ഉണ്ടായി. സമയത്ത് he rode as fast as he could without caring for his own safety. റെക്ലെസ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്വം നോക്കാതെ പോയി എന്നൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ നോക്കി പഠിച്ചാൽ കൃത്യമായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടാവും. Why was the sick man's wife surprised to see the father? അച്ഛൻ കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് അത്ഭുതം തോന്നിയത്? Sick man's wife thought that the priest had come again, so she was surprised. വീണ്ടും വന്നതാന്ന് തോന്നിയതുകൊണ്ടാണ് അത്ഭുതം ഉണ്ടായത്. What happened to the priest when he came to know that the man was dead? The priest was so heartbroken for failing his religious responsibility to provide the last prayers to the sick man. വല്ലാതെ തകർന്നു പോയ അദ്ദേഹം. അതുകൊണ്ടാണ് സ്വൈ എന്നൊക്കെ നമ്മൾ പറഞ്ഞത്, അതേ ആടി എന്നൊക്കെ പറഞ്ഞു. റെഡിയല്ലേ? അലിട്രേഷൻ്റെ ഉദാഹരണമാണ് റോഡ് നൗ ആസ് ഹി നെവർ റോഡ്. നൗവും നൗ ഉത്തരാണ്, റോഡും റോഡും ഉത്തരാണ്, ഹിയും ഉത്തര. ഒരുപാടുണ്ടായില്ലേ, അങ്ങനെ എഴുതിയാലും മതി കേട്ടോ. ഹി റോഡ് റോഡ് നൗ നെവർ, അങ്ങനെ എഴുതിയാലും മതി. 3 ഉദാഹരണം അതിലുണ്ട്. ഓക്കെ ഡിയേഴ്സ്, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. He who is wrapped in purple robes with planets in his hair. എന്താണ് വരിൻ്റെ അർത്ഥം? ലൈൻസ് ആൻഡ് എക്സ്പ്രഷൻ കൊണ്ട് ഉദ്ദേശിച്ചത് അതിലുള്ള സംഗതികൾ അതൊക്കെ. He who is wrapped in purple robes refers to God. അത് ദൈവത്തിനെയാണ് കാണിക്കുന്നത്. നമ്മൾ പറഞ്ഞു പ്രപഞ്ചത്തിൻ്റെ അധിപൻ ദൈവമാണ്. Who takes care of the whole universe. പ്രപഞ്ചത്തെ മുഴുവൻ പരിപാലിക്കുന്ന. റെഡിയല്ലേ? What did he do for Father Gilligan വേണ്ടി ദൈവം എന്താ ചെയ്തത്? God felt sorry for the priest and sent one of his great angels down to the dying man's house to offer the last sacrament. നമുക്കറിയുന്നതാണത്. Which lines give us the idea that God had made the night for the troubled humanity. അതുവരെ നാം മനസ്സിലാകുന്നത് he who had made the night of stars or for who tire and bleed. Next one, pick out 2 sets of rhyming words. 2 സെറ്റ് ചെയ്തണേ. ബ്ലീഡ്, നീഡ്, കെയർ, ചെയർ. അതാ മാത്രം ബ്ലീഡ്, നീഡ്, കെയർ, ചെയർ, അത്രയേ ഉള്ളൂ. അത് എഴുതിയാൽ മതി. റെഡി അല്ലേ? ഓക്കെ റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൺസ് വൈൽ ഈ നോഡൻ ഇൻ എ ചെയർ. ആ ഭാഗമാണ്, നല്ലോണം ശ്രദ്ധിക്കണേ. എഴുതിക്കോളൂ, ഉത്തരം എഴുതിയിട്ടുണ്ടാവും. വെൻ ഡിഡ് ഫാദർ ഗില്ലിഗൻ നോട്ട് സിറ്റിംഗ് ഇൻ ഹിസ് ചെയർ? എപ്പോഴാണ്? അറ്റ് ദ മോത്ത് അവർ ഓഫ് ഈവ്. വൈ ഹാഡ് ദ മാൻ സെൻഡ് ഫോർ ഫാദർ ഗില്ലിഗൻ ടു ഡു ദ ലാസ്റ്റ് റിച്വൽസ് ഫോർ ദ ഡൈയിങ് മാൻ? നെക്സ്റ്റ് വൺ.
ടു റിസീവ് ദ ലാസ്റ്റ് കമ്മ്യൂണിയൻ ഒക്കെ ഒരേ ആശയമാണ് കേട്ടോ. എന്ത് ചെയ്തേ ലാസ്റ്റ് കമ്മ്യൂണിയൻ ലാസ്റ്റ് സാക്രമെൻറ്റ് ഒക്കെ ഒരേ മാതിരിയാണ് കേട്ടോ. പിന്നെ ഐ ഹാവ് നോ റെസ്റ്റ് നോ ജോയ് നോ പീസ് വൈ ഡസ് ഫാദർ സെസ്, എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്? ഹി വാസ് കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ബിക്കോസ് ഓഫ് സ്ട്രെസ് കോസ്ഡ് ബൈ വർക്ക്, എക്സസീവ് വർക്ക്, അദ്ദേഹത്തിന് അങ്ങേറ്റത്തെ ജോലിഭാരം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു സമ്മർദ്ദം കാരണം പറഞ്ഞു പോയതാണ്, ക്ഷീണം കൊണ്ട് പറഞ്ഞതാണ്. പിന്നെ ഇറ്റ് വാസ് ഹിസ് ഡെസ്പറേറ്റ് ഔട്ട്, അങ്ങനെ എഴുതിയാലും മതി, അദ്ദേഹം അറിയാതെ നിരാശയെന്നുണ്ടായതാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിക്ക് ഔട്ട് ആൻ ഇൻസ്റ്റൻസ് ഓഫ് അലിട്രേഷൻ ഫ്രം സെക്കൻഡ് സ്റ്റാൻസ്. നോ റെസ്റ്റ് നോ ജോയ് നോ പീസ് നോ നോ, അതുപോലെ ഡൈ ഡൈ. ക്ലിയർ അല്ലേ മക്കളെ? നൗ ദി ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ അടുത്ത ഭാഗമാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. വൈ വാസ് ഫാദർ ഗില്ലിഗൻ ടയേർഡ്, നേരത്തെ വന്നതാണ്. നേരത്തെ പറഞ്ഞ ഉത്തരങ്ങളൊക്കെ ഇതൊക്കെ ഒരേ ആശയമായിട്ട്. ഈ വാസ് വിസിറ്റിംഗ് ദ ഡെഡ് ആൻഡ് ദ ഇൽ, അവർക്ക് വേണ്ടൊക്കെ ചെയ്ത് കൊടുക്കേണ്ടിയിരുന്നു. വാട്ട് ഫ്രേസ് ഡസ് പോയിന്റ് യൂസ് ടു ടോക്ക് അബൌട്ട് ദ പീപ്പിൾ ഓഫ് പാരിഷ്, പാരിഷ് ആൾക്കാരെ എങ്ങനെ പറയുന്നത്? ഹാഫ് ഹിസ് ഫ്ലോക്ക് എന്നാണ്. വെൻ ഡിഡ് ദ പുവർ മാൻ സെൻഡ് ഫോർ ഫാദർ ഗില്ലിഗൻ, എപ്പോഴാണ് അദ്ദേഹത്തെ വിളിക്കാൻ പറഞ്ഞയച്ചത്? മോത്തവറിലാണ്, ഈവനിങ്ങിലാണ്. ദെൻ പിന്നെ സെറ്റ് ഓഫ് റൈം വേർഡ്സ് എഴുതാനാണ്, ഒന്ന് മതി. അപ്പം ഡേ ലേ ആവാം, ഈവ് ഗ്രീവ് ആവാം. ഡേ ലേ ഈവ് ഗ്രീവ്. ഓക്കെ ഡിയേഴ്സ്, നൗ നെക്സ്റ്റ് വൺ ഈസ് ദ ഫോളോയിങ് ലൈൻസ് ഓഫ് ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. ശ്രദ്ധിക്കണേ. വാട്ട് മെയ്ഡ് പീറ്റർ ഗില്ലിഗൻ വിയറി, നമുക്കറിയുന്നതാണ്. ഹി വാസ് വർക്കിംഗ് ഡേ ആൻഡ് നൈറ്റ് ടു ഡു സർവീസ് ടു ഹിസ് സിക്ക് ഫ്ലോക്ക്. അറിയാലോ, മരിച്ച ആളുകൾക്കും രോഗമുള്ള ആളുകൾക്കൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അദ്ദേഹം തളർന്നിരുന്നു എന്നാണ്. അത് ചെയ്യേണ്ടിയിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹം ക്ഷീണം ഉണ്ടായത്. അത് നമ്മൾ എഴുതിയ തന്നാമാരി പഠിച്ചാലും മതി. വൈ വർ ഹാഫ് ഹിസ് ഫ്ലോക്ക് ഇൻ ദെയർ ബെഡ്, ദേ വർ സിക്ക്, എന്തുകൊണ്ടാണ് ഒരു ബെഡിലാകാൻ കാരണം? ഒരു രോഗികളായതുകൊണ്ടാണ്. വാട്ട് വാസ് ദി ഓൾഡ് പ്രീസ്റ്റ് ഡൂയിങ് ഇൻ ദ ചെയർ, എന്താണ് ചെയറിൽ അദ്ദേഹം ചെയ്തിരുന്നത്? ഹി വാസ് നോഡിങ് ഓർ ഹി വാസ് സ്ലീപ്പിംഗ്, ചെറിയ ഡോസിങ്ങിൻ്റെ ഒരു മയക്കത്തിൻ്റെ ഉറക്കാണ്. വാട്ട് വാസ് ദ പുവർ പ്രീസ്റ്റ് സെൻഡ് ഫോർ to do, what was the poor man sent the priest for? അത് കുറച്ചുകൂടി നന്നാവുക. റൈറ്റ്. why did the poor man send for CND ആണ്. why did the poor man send for the priest to do service for a sick man? അതാ poor man വേണ്ടിയിട്ടുള്ള ഏത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഫ്യൂണറൽ സർവീസ് അല്ലെങ്കിൽ സാക്രമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ റൈറ്റ് യെസ്. ഇപ്പോൾ അതൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. നൗ അടുത്ത രീതിയിലുള്ള ചോദ്യം ഉണ്ടാവുക, 5 മാർക്കിൻ്റെ അപ്രീസിയേഷൻ എഴുതാനാണ് ഉണ്ടാവുക. ബട്ട് എന്ത് സുഖം മക്കളെ, 2 പദ്യം കറക്റ്റ് പഠിച്ചാൽ നിങ്ങൾക്കത് കിട്ടി. റെഡി അല്ലേ? മോഡൽ അപ്രീസിയേഷൻ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് സാധനത്തിൽ തന്നെ ഉണ്ട്. പക്ഷേ അതിൽ കൊള്ളിക്കേണ്ട സാധനങ്ങൾ പണ്ട് ചർച്ച ചെയ്തതാണ്. ഒരു ഇൻട്രൊഡക്ഷൻ വേണം, ടൈറ്റിൽ കൊടുക്കാം, ഒരു ഇൻട്രൊഡക്ഷൻ വേണം, അതിൽ ഓദർ വേണം, ആരാ എഴുതിയത്, അതിൻ്റെ തീം എന്താണെന്ന് എഴുതണം. അതൊക്കെ ആ രീതിയിൽ തന്നെ അനലൈസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ആ റിവിഷനിൽ. ലിറ്ററൽ മീനിങ് നേരെയുള്ള അർത്ഥം, അതായത് അത് പാരഫ്രൈസിങ് നമ്മൾ എഴുതി പഠിച്ചിട്ടുണ്ട്, എല്ലാ സ്റ്റാൻസിൻ്റെ എഴുതി തന്നിട്ടുണ്ട്. ഇമേജറി, വ്യത്യസ്ത ഇമേജുകൾ, ആ ഇമേജിൻ്റെ അർത്ഥം അതറിയാലോ. ഉദാഹരണമായിട്ട് മൊത്തവർ ഇമേജാണ്, പിന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? ഈവനിങ് ആണ് അല്ലെങ്കിൽ മോർണിംഗ് ആണ്, അങ്ങനെ എഴുതണം. ലിറിക്കൽ ക്വാളിറ്റിക്സ്, സൗണ്ട്, റൈമിംഗ് വേർഡ്സ്, റൈം പയേഴ്സ്, അലിട്രേഷൻ, അതുപോലെ അതിൻ്റെ വേർബൽ ബ്യൂട്ടി നമ്മളതിൽ എഴുതണം. ഫിഗറേറ്റീവ് മീനിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇന്നർ ബ്യൂട്ടിയാണ്. പോയറ്റിക് ഡിവൈസസ്, അതുപോലെ തന്നെ അതിലുള്ള സിമിലി, മെറ്റഫർ, പേഴ്സോണിഫിക്കേഷൻ, ഹൈപ്പർബലി പോലുള്ള കാര്യങ്ങളൊക്കെ എഴുതണം. ഓരോ പദ്യത്തിലും എന്തെന്ന് കറക്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെസ്സേജ് എന്താണെന്നുണ്ടെങ്കിൽ അത് എഴുതണം. അതുപോലെ തന്നെ പിന്നെ അത് എന്തുകൊണ്ട് അങ്ങനെ നിങ്ങൾ പറയുന്നുള്ളതിന് ജസ്റ്റിഫിക്കേഷൻ വേണം. നിങ്ങൾക്കൊരു ഇവാലുവേഷൻ എഴുതാം, എങ്ങനത്തെ പദ്യം നിങ്ങളൊരു വിലയിരുത്തൽ എഴുതാം. അത്രയും കാര്യങ്ങളാണ് ഉണ്ടാവേണ്ടത്. ഇങ്ങനെ ഓർഡറിലായിക്കോളൊന്നുമില്ല, എല്ലാ കാര്യവും ഉണ്ടാവണം. ഓക്കെ, ലെറ്റ് us see one sample from our ക്വസ്റ്റ്യൻ ബോർഡിലുള്ള അതേ സാധനമാണ്. ഒരു സാമ്പിൾ ഒതണ്ടിക്കാവാൻ അത് എടുക്കുന്നത്. ടൈറ്റിലുണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. വായിച്ചു നോക്കണം, മുമ്പ് നിങ്ങൾ എഴുതി എടുത്തിട്ടുണ്ടാവും. റൈറ്റ് യെസ്. എൻ്റെ ബാക്കിയാണ്. ഇനി എങ്ങനെയാണ് ഇതിന് നമ്മൾ വാല്യൂ ചെയ്യുക? പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദ്യം 5 മാർക്കിന് എന്നെങ്ങനെ വാല്യൂ ചെയ്യാനാണ്. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. അതുപോലെ പറ്റിക്രാഫ്റ്റ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ അതുപോലെ തന്നെ പറ്റിക്രാഫ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ, ആ കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അതുപോലെ തന്നെ ലാംഗ്വേജ് യൂസ്ഡ്, അത് എററൊന്നുമില്ലാത്ത നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് കിട്ടുക? മാർക്ക് കിട്ടും. ഓക്കെ, സംശയമൊന്നും ഉണ്ടാവില്ലല്ലോ. റൈറ്റ് യെസ്. ഇനി ചിലപ്പോൾ എങ്ങനെ ചോദിക്കുന്നത്, ഇങ്ങനെ ഭാഗം മാത്രം എടുത്ത് ചോദിക്കും.
അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെയാണ്. ടൈറ്റിൽ കൊടുക്കട്ടെ, വിട്ടുപോയതാണ്, കൊടുക്കാം, ആ ടൈറ്റിൽ തന്നെ കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ആ ഭാഗത്തെ തീം കാര്യക്കെല്ലാത്തിലും ഒന്ന് തന്നെ ഇക്കാരം, അതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അതുപോലെ തന്നെ ആ ഭാഗത്തിനെ മാത്രം പാരഫ്രൈസിങ് ചെയ്തുക. അങ്ങോട്ട് എത്താനുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ട് അതിലേക്ക് എത്തുക. പിന്നെ അതിന് ശേഷം പിന്നെ ഇത് തലക്കെ തന്നെ ആയതുകൊണ്ട് അങ്ങനെ തുടങ്ങിയാൽ മതി. അതിൻ്റെ പാരഫ്രൈസിങ് എഴുതേണ്ടതുള്ളൂ. പിന്നെ അതിനെക്കുറിച്ചുള്ളൊരു ഇവാലുവേഷനും അതുപോലെ തന്നെ ആ ഭാഗത്തുള്ള പോയറ്റിക് ഡിവൈസസ്, അതുമായിട്ട് ബന്ധപ്പെട്ട മെസ്സേജുകൾ, കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കുക. ക്ലിയർ ആയിട്ടുണ്ടാവില്ല മക്കളെ? ഈ രീതി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ ഇറ്റ് ഈസ് ഷുവർ ദാറ്റ് യു വിൽ ഗെറ്റ് ഫുൾ സ്കോർ. ഓക്കെ ഡിയേഴ്സ്, പഠിക്കുന്നുള്ള പ്രതീക്ഷയിലാണ്. നന്നായി ശ്രദ്ധിച്ച് ചെയ്യണം. ഓക്കെ, നന്നായി പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. മീറ്റ് യു അഗെയിൻ. ടിൽ ദെൻ ഗുഡ് ബൈ.